Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. കാഞ്ഞൂർ പഞ്ചായത്ത് UDF ഭരണ നേതൃത്വത്തിനിടയിൽ അഭിപ്രായ ഭിന്നത. താൽക്കാലിക ഡ്രൈവർ നിയമന വിഷയത്തിൽ കാഞ്ഞൂർ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കത്ത് ഭരണസമിതി യോഗം തള്ളിക്കളഞ്ഞു. ഒരു ജീവനക്കാരിയോട് അപമര്യാദയായി പെരുമാറിയതിന്റെ ഭാഗമായി ക്രിമിനൽ കേസ് പ്രതിയായി നിലനിൽക്കുന്ന ആ ഡ്രൈവറുടെ വണ്ടിയിൽ ഞാൻ കയറില്ല എന്ന നിലപാടെടുത്തുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് മുന്നോട്ട് പോവുക. ഇത് കാഞ്ഞൂരിലെ ഒരു സാധാരണ വ്യക്തിയുടെ പ്രശ്നമല്ല. ഈ കാഞ്ഞൂരിലെ പ്രഥമ വനിതയായിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റിന് അവിടുത്തെ പഞ്ചായത്തിനകത്ത് സുരക്ഷ കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഈ പഞ്ചായത്തിനുണ്ട്. പഞ്ചായത്തിൽ സുരക്ഷയില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഒരു ക്രിമിനൽ കേസിലെ പ്രതിയായിട്ടുള്ള ഡ്രൈവർ ഓടിക്കുന്ന വാഹനത്തിൽ ഞാൻ കയറില്ല എന്ന് പറയുക മാത്രമല്ല, തുടർച്ചയായി ഇപ്പോൾ 2 ഭരണസമിതിക്കകത്ത് അവർ കത്തുവച്ചുകൊണ്ട് എംപ്ലോയ്മെന്റിൽ നിന്ന് PCC ഉള്ള ഒരു ഡ്രൈവറുടെ സേവനം ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത് നടപ്പിലാക്കാൻ ഉത്തരവാദിത്തപ്പെട്ട പഞ്ചായത്ത് സെക്രട്ടറിയും അതുപോലെ തന്നെ അവരുടെ സഹപ്രവർത്തകരായിട്ടുള്ള പഞ്ചായത്ത് UDFന്റെ ഭരണസമിതി അംഗങ്ങളുമൊക്കെ ഒത്തുചേർന്നുകൊണ്ട് അവരെ നിർദാക്ഷിണ്യം തള്ളിക്കളയുന്ന സമീപനം സ്വീകരിക്കുക. ഇവിടെ പ്രതിപക്ഷ അംഗങ്ങൾ പ്രസിഡന്റിനോടൊപ്പം നിന്നു. ഈ വിഷയത്തിൽ ഒരു PCC ഉള്ള ഡ്രൈവറുടെ നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രസിഡന്റ് ഒരു കത്ത് തന്നപ്പോൾ അതിനോടൊപ്പം നിൽക്കേണ്ടായത് എന്താണ്? 30 ദിവസം, അടുത്ത 19-ാം തീയതിയാണ്. ഈ വരുന്ന 19-ാം തീയതിയോട് കൂടിയിട്ട് നിലവിലുള്ള ഡ്രൈവറുടെ സേവനം അവസാനിച്ചോ? 30 ദിവസം താൽക്കാലികമായി പകരം സംവിധാനം ഒരുക്കുന്നതിന് പഞ്ചായത്ത് തയ്യാറാകാത്ത സാഹചര്യത്തിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെയും സർക്കാരിൻ്റെയും ഈ ഡ്രൈവർ നിയമനം റദ്ദ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് വന്ന സാഹചര്യത്തിൽ കോടതിയുടെ മുമ്പിൽ ഡ്രൈവർ പോയപ്പോൾ പകരം സംവിധാനം ഉണ്ടാകുന്നത് വരെ, അതല്ലെങ്കിൽ പകരം സംവിധാനം പഞ്ചായത്ത് ഉണ്ടാക്കിയിട്ടില്ലാത്ത സാഹചര്യത്തിൽ 30 ദിവസം കൂടി, 1 മാസത്തേക്ക് ഡ്രൈവറായി തുടരട്ടെ എന്ന് പറഞ്ഞു. അടുത്ത 19-ാം തീയതി ആ ഡ്രൈവറുടെ കാലാവധി തീരാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് അവർക്കൊരു ഉത്തരവാദിത്തമുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് അടുത്ത 19-ാം തീയതിക്ക് ശേഷം ഇവിടെ ഒരു ഡ്രൈവർ ഇല്ലാത്ത സ്ഥിതി ഉണ്ടാവരുത് എന്ന നിലയ്ക്കാണ് കത്ത് നൽകിയത്. ആ കത്തിനെ തികച്ചും രാഷ്ട്രീയമായി കണ്ടുകൊണ്ട് രാഷ്ട്രീയ സ്വജനപക്ഷപാതത്തിന്റെ ഭാഗമായി സമീപനം സ്വീകരിച്ചുകൊണ്ട് UDFന്റെ MLAയും അതുപോലെയുള്ള ആൾക്കാരുമെല്ലാം ഈ പ്രസിഡന്റിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഈ അജണ്ട ഇന്ന് പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. ഇടതുപക്ഷ അംഗങ്ങളായ ചന്ദ്രവതി രാജൻ, ജയശ്രീ ടീച്ചർ, ജെഷി ഷാജു, റിൻസി സാജു എന്നിവർ പ്രസിഡന്റ് നൽകിയ കത്തിനെ അനുകൂലിക്കുകയും തുടർന്ന് പഞ്ചായത്തിന് പുറത്തുവന്ന് പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തു. CPIM നേതാക്കളായ KP ബിനോയ്, P അശോകൻ, AA സന്തോഷ്, MB ശശിധരൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. കാഞ്ഞൂര് ഗ്രാമപഞ്ചായത്തിനകത്ത് വണ്ടിയുടെ ഡ്രൈവർ നിയമനവുമായി ബന്ധപ്പെട്ട് കുറേ നാളുകളായി നിലനിൽക്കുന്ന തർക്കം ഇന്ന് അതിരൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. പഞ്ചായത്തിൻ്റെ വണ്ടി വിറ്റതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡ്രൈവറെ ഒഴിവാക്കി പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചതാണ്. എന്നാൽ മിനിറ്റ്സിൽ അനധികൃതമായി എഴുതി ചേർത്തുകൊണ്ട് ഡ്രൈവറെ ഒഴിവാക്കിയിട്ടില്ല എന്ന് പറയുന്ന വിധത്തിലേക്കുള്ള വിചിത്രമായ തീരുമാനവുമായിട്ടാണ് പഞ്ചായത്ത് ഭരണസമിതി മുമ്പോട്ട് വന്നത്. പുതിയ സെക്രട്ടറി ചാർജ് എടുത്തതിന് ശേഷം ഉയർന്നു വന്ന ഈ വിഷയത്തെ അതിൻ്റെ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് പഞ്ചായത്ത് ഭരണസമിതിയുടെ അനുമതിയോടുകൂടി സെക്രട്ടറി ഗവൺമെൻറ്റിലേക്ക് എഴുതി ചോദിക്കുകയുണ്ടായി. ഈ പ്രതിസന്ധി എങ്ങനെ തരണം ചെയ്യണം എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായി ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് ഈ കേസ് ഓംബുഡ്സ്മാന് വിടുകയാണെന്നും അതുവരെ ഡ്രൈവറെ ഒഴിവാക്കണം എന്നുള്ള കൃത്യമായ ഓർഡർ ഇറക്കിയിട്ടുണ്ട്. എന്നാൽ ഇതൊന്നും തങ്ങൾക്ക് ബാധകമല്ല. ഈ കേരളത്തിനകത്തൊരു പ്രത്യേക സാമ്രാജ്യമാണ് ഞങ്ങളുടേത് എന്ന അഹങ്കാരത്തിലാണ് ഭരണസമിതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ മുകളിൽ നിന്ന് കിട്ടിയ നിയമോപദേശത്തിൻ്റെ ഭാഗമായി പഞ്ചായത്ത് പ്രസിഡന്റ് ഡ്രൈവറുടെ താൽക്കാലിക നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അജണ്ട വയ്ക്കുകയുണ്ടായി. പഞ്ചായത്ത് പ്രസിഡന്റ് വച്ച അജണ്ടയെ പഞ്ചായത്ത് ഭരണസമിതി വോട്ടിനിട്ട് തള്ളിക്കളയുന്ന വിചിത്രമായ ഒരു സംഭവം ഇന്ന് കാഞ്ഞൂരിൽ. ഇത് ഭരണ പ്രതിസന്ധിയാണ് എന്ന് പറയാതിരിക്കാനാവാത്ത വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്.
പഞ്ചായത്ത് കമ്മിറ്റിയിൽ പ്രസിഡന്റ് തന്നെ ഒരു അജണ്ട വെച്ചിരുന്നു. ഇവിടുത്തെ താൽക്കാലിക ഡ്രൈവറുടെ നിയമനവുമായി ബന്ധപ്പെട്ട് ഇത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നിന്ന് ആളെ തീരുമാനിക്കണം എന്നുള്ളതാണ് അജണ്ട. കഴിഞ്ഞ കമ്മിറ്റിയിലും വെച്ച് കഴിഞ്ഞപ്പോൾ ഈ അടുത്ത അജണ്ട വെച്ചിട്ട് വേണം ആ തീരുമാനം എടുക്കാനെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കമ്മിറ്റിയിലും അജണ്ട വെച്ചിരുന്നു. അപ്പോൾ ഇന്ന് പറഞ്ഞേക്കുന്നത് അടുത്ത കമ്മിറ്റിയിൽ വെക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു UDF-ൻ്റെ പ്രസിഡന്റിനെ തന്നെ കുരങ്ങ് കളിപ്പിക്കുന്ന ഒരു രീതിയാണ് കാഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ അജണ്ട അംഗീകരിക്കാതെ അത് മറ്റുള്ള UDF-ൻ്റെ അംഗങ്ങൾ തന്നെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയ രഞ്ജിയുടെ വെച്ച ആ കത്ത് തള്ളുകയാണ് ഉണ്ടായത്. ഈ ജനാധിപത്യ ചരിത്രത്തിൽ കാഞ്ഞൂരിനെ നാണിപ്പിക്കുന്ന ഒരു സംഭവമാണ് പരസ്യമായി വിഴുപ്പലക്കൽ. പരസ്യമായി വിഴുപ്പലക്കിലൂടെ കാഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് അതിൻ്റെ ഭരണപരാജയം വീണ്ടും ജനങ്ങളെ അറിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പ്രസിഡന്റ് കൊണ്ടുവന്ന ഒരു അജണ്ട പരാജയപ്പെടുത്തിയ UDF ഭരണസമിതിയുടെ കൂടെ നിൽക്കാൻ ഇനി പ്രസിഡന്റിനാകുമോ? ഞങ്ങളുടെ ഒരു ചോദ്യം അതാണ്. ഈ പ്രസിഡന്റ് ആത്മാഭിമാനമുള്ള പ്രസിഡന്റാണെങ്കിൽ ഇന്നോ നാളെയോ രാജിവെച്ച് പ്രസിഡന്റ് നിലപാട് സ്വീകരിക്കണം. ഇനി പ്രസിഡന്റിന് ആ സ്ഥാനത്ത് ഇവരെ എങ്ങനെ അഭിമുഖീകരിക്കാൻ കഴിയും? ആരെങ്കിലും ആയിരുന്നെങ്കിൽ ആ നിമിഷം രാജിക്കത്ത് കൊടുത്തു. സ്വന്തം മുന്നണിയുടെയും പാർട്ടിയുടെയും പിന്തുണ നഷ്ടപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആത്മാഭിമാനത്തോടുകൂടി ഇനി രാജിക്കത്ത് കൊടുക്കുകയല്ലാതെ വേറൊരു നിവൃത്തിയില്ല. അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് 100-ൽ പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സിവ ഇന്നർ വേൾഡ് CVR ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്കത് ജ്വല്ലറി, അങ്കമാലി.